രാജ്യത്താകെ നടന്നൊരു പ്രക്ഷോഭമാണല്ലോ കഴിഞ്ഞ 12-ാം തീയതി പണിമുടക്ക്. രാജ്യമാകെയാണല്ലോ. ആ പ്രക്ഷോഭത്തിൽ എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഉണ്ട്. അതിലൊന്ന് INTUC ആണ്. ഇവിടെ ആ പ്രക്ഷോഭം യോജിച്ച് നടന്നോ? പണിമുടക്ക് നടന്നു, അതൊന്നും കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ INTUCയോട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു, നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ പാടില്ല. ആരെ സഹായിക്കാനാണെന്ന്? പണിമുടക്കിന് ആധാരമായ പ്രശ്നങ്ങൾ എല്ലാ തൊഴിലാളി സംഘടനകളും ഗൗരവമായി കണ്ടതാണ്. അതിൻ്റെ ഭാഗമായാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. എന്താണ് കേരളത്തിൽ മാത്രം ബി ജെ പിക്കെതിരെയാണല്ലോ അത് വരിക. അവരാണല്ലോ ഇതിപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത്. ശബ്ദിക്കാൻ ഇവർക്ക് കഴിയാത്തത്. ഇത് നാം ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. BJPയെ വിമർശിക്കാൻ, BJPക്കെതിരെ സമരം നടത്താൻ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും UDFും തയ്യാറല്ല. പലതരത്തിലുള്ള അന്തർധാര ഇവർ തമ്മിൽ നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ BJPയെ അവരുടെ മനസ്സ് മുഷിപ്പിക്കുന്ന ഒരു കാര്യവും സംഭവിക്കരുത് എന്ന നിർബന്ധം കോൺഗ്രസ്സിന് ഇവിടെയുണ്ട്. അങ്ങനെയൊരു നിലപാടാണ് വരുന്നത്. നമ്മുടെ നാട് തകർന്നു പോയാലും BJP വിമർശിക്കപ്പെടാൻ പാടില്ല. അവർ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെ വിമർശിക്കാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഇവരെ ഇത് വെച്ചുകൊണ്ട സമീപനമാണ് തുറന്നു വരുന്നത്. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തെ ആകെ തടയുന്ന നിലപാടുകളാണ് ഇതേവരെ സ്വീകരിച്ചിട്ടുള്ളത്. 2016 ശേഷം നമ്മുടെ നാട് എല്ലാ രംഗങ്ങളിലും മെച്ചപ്പെട്ടു വരികയാണ് ഉണ്ടായത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺഗ്രസോ UDFോ സഹകരിച്ചിട്ടുണ്ടോ? ഒരു കാര്യത്തിലും സഹകരിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും നിസ്സഹകരണമാണ്. ഇപ്പോൾ നിസ്സഹകരണത്തിന് തോന്നുന്നത് എത്രത്തോളാണ്? നമ്മുടെ സഹോദരങ്ങൾ ധാരാളം വിദേശത്ത് ജോലിയെടുക്കുന്നവരാണ്. അവരെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു പരിപാടിയാണ് ലോക കേരള സഭ. ലോകത്താദ്യമായിട്ടാണ് പ്രവാസികളെ അവരുടെ ശബ്ദം കേൾക്കാനുള്ള ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭ നിലകൊള്ളുന്നത്. നമ്മുടെ MLAമാർ, MP മാർ, പിന്നെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അവരാണ് ആ സഭയിലുണ്ടാവുക. വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏത് കൂട്ടർ വിദേശത്ത് ചെന്നാലും വിദേശത്തുള്ള മലയാളി സംഘടനകൾ നല്ല സന്തോഷത്തോടെയാണ് കേരളത്തിൽ ചെല്ലുന്നവരെ സ്വീകരിക്കുന്നത്. ഈ ലോക കേരള സഭയുടെ ഭാഗമായി അവരിവിടെ വരുമ്പോൾ UDF ബഹിഷ്കരിക്കുക എങ്ങനെയാണ് എതിർപ്പ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ. ഏത് കാര്യത്തെയും എതിർക്കുകയാണ്, ഏത് വികസന കാര്യത്തെയും എതിർക്കുകയാണ്. എതിർക്കാത്ത ഒരു കാര്യവുമില്ല. വികസന കാര്യം വരുമ്പോൾ ഇപ്പോൾ വേണ്ട എന്ന നിലപാടാണ്. ഇപ്പോൾ വേണ്ട എന്ന നിലപാട് നമ്മൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ 10 വർഷം പിറകിലാകുമായിരുന്നു. 10 വർഷം പിറകിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അന്ന് കേരളം തകർച്ചയുടെ വക്കിലാണ്. ഓരോ രംഗവും, ഇപ്പം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ചിലപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോ രംഗവും തകരുകയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിലെത്തിയിട്ടുള്ളത്. ഇന്ന് രാജ്യവും ലോകവും അംഗീകരിക്കത്തക്ക രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് നേടാനായിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഇന്ത്യയിൽ മറ്റെവിടെയില്ല. ലോകത്ത് തന്നെ അപൂർവം രാജ്യങ്ങൾ മാത്രമേ നേടിയിട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് നേടാനായത്
നമുക്ക് പുരോഗതി നേടാനായത് ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഒരുമയുടെ ഭാഗമായിട്ടാണ്. ഇവിടെ നല്ല നിലക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവുമില്ല. വർഗീയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലില്ല. എന്നാൽ കേരളം വർഗീയ പ്രശ്നങ്ങളില്ലാത്തൊരു നാടാണോ? ഇവിടെ എന്തെല്ലാം നടന്നിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള കൊലപാതകങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള കൊള്ളകൾ, വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമൊക്കെ തകർത്തത്, കൊള്ളയടിച്ചത് എല്ലാം ഇവിടെ ഉണ്ടായതല്ലേ. അതിനോടെല്ലാം വിട പറയാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ശാന്തമായൊരു നാട്, സമാധാനപരമായൊരു നാട്, സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും കൊതിതീരാത്തൊരു നാടായി മാറിയിരുന്നു. ഇതല്ലേ കേരളം? ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞല്ലോ. അത് UDF കാലം കൊണ്ട് സാധിക്കൂ, UDF കാലത്ത് കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആകെ ഒന്നായി കണ്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്ന LDF മാത്രമേ ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനാവൂ. എന്തുകൊണ്ടാണ് വർഗീയ സംഘർഷമില്ലാത്തത്? വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടാണോ? രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ വർഗീയ സംഘടന കേരളത്തിലാണ് എന്ന് അഹങ്കരിക്കുന്ന വർഗീയ സംഘടനയുണ്ട്. പക്ഷേ അവർക്കും തലപൊക്കാനാവില്ല. തലപൊക്കിയോ? വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമമുണ്ടായോ? മുഖം നോക്കാതെ കർക്കശ നടപടിയിലേക്ക് നീങ്ങും. നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയുമുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ലാത്തത്, ആരും കൊതിക്കുന്ന സമാധാനമുള്ളൊരു നാടായി മാറിയത്. അപ്പോൾ 10 വർഷം എന്നത് നമ്മുടെ നാടിൻ്റെ വലിയ മാറ്റത്തിനിടയാക്കിയതാണ്. ഇവിടെ രാജ്യം അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇത് ഈ കാലത്തല്ലാതെ ഉണ്ടാകുമോ? എന്തായിരുന്നു നേരത്തെ അവസ്ഥ എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെയാണല്ലോ LDF പ്രത്യേകത. ഇതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നില്ലല്ലോ. അഴിമതി പൂർണ്ണമായിട്ട് ഇല്ലാതാകണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും കുറഞ്ഞാൽ മാത്രം പോരാ, പൂർണ്ണമായിട്ട് ഇല്ലാതാകണം എന്നാണല്ലോ. അത് LDF മാത്രമല്ലേ സാധിക്കൂ. ഓരോ രംഗത്തും വലിയ മികവാണല്ലോ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണല്ലോ ഇനിയും മുന്നോട്ട് എന്ന രീതിയിൽ കേരളം ഒരു നവകേരളമായി മാറുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആ നവകേരളം എന്താണ്? വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളുണ്ട്. ആ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തെ ഉയർത്തലാണ്. അതായത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാര തോത് ആ തോതിലേക്ക് ഉയർത്തണം. ഇതിനാണ് നാം ലക്ഷ്യമിടുന്നത്. ഇതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന കാര്യമാണ്. 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് കേരള സംസ്ഥാനം രൂപം കൊണ്ട് 75 വർഷം തികയുന്ന 2031 കേരളം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് രാജ്യത്തിലെയും ലോകത്തിലെയും പ്രശസ്തരായ ആളുകൾ പങ്കെടുത്തുള്ള ചർച്ചകൾ നടന്നു. ആ വഴിക്കാണ് LDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അസാധ്യമായൊരു കാര്യമല്ലത്. ഇത് ഈ നവകേരളം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ഇതേവരെ ലഭിച്ചിട്ടുള്ളത്. ഇനിയും ആ പിന്തുണയും സഹകരണവും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.